ഹായ്, ഈ വീഡിയോയിൽ കവർ ചെയ്യുന്ന ടോപ്പിക് ഒരു സപ്ലയറേയും അതുപോലെ തന്നെ കസ്റ്റമറേയും എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്നുള്ളതാണ്. മുകളിലുള്ള മെനുവിൽ അക്കൗണ്ട്സ് എന്നുള്ള മൊഡ്യൂളിൽ മാസ്റ്റേഴ്സ്, കസ്റ്റമർ ആൻഡ് സപ്ലയർ എന്നുള്ള ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ഇതിൽ സപ്ലയർ എന്നുള്ളത് സെലക്ട് ചെയ്യുക. സപ്ലയേഴ്സിൻ്റെ ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ നിലവിൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ കസ്റ്റമേഴ്സിൻ്റെതും അതുപോലെ സപ്ലയറാണ് എടുക്കുന്നതെങ്കിൽ നിലവിൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ സപ്ലയേഴ്സും ഈ ലിസ്റ്റിൽ കാണിക്കും. പുതിയൊരു സപ്ലയർ ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ആഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ആഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ മുകളിൽ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും സപ്ലയർ, അത് അക്കൗണ്ട്സ് പേയബിളിൻ്റെ അണ്ടറിലാണ് എന്നുള്ള ഡീറ്റെയിൽസ് മുകളിലുണ്ടാവും. അതുപോലെ തന്നെ ഇവിടെയും ഏതാണോ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുള്ളത്, സപ്ലയർ ആണോ കസ്റ്റമർ ആണോ എന്നുള്ളത് ഇവിടെ നോക്കിയാൽ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അതിനുശേഷം നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ആ സപ്ലയറുടെ ഫുൾ നെയിം എങ്ങനെയാണോ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ആ പേര് തന്നെ കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഉദാഹരണം, ഒരു ABC പ്രൈവറ്റ് ലിമിറ്റഡ് എന്നുള്ള പേരിൽ ഒരു നെയിം ക്രിയേറ്റ് ചെയ്തു. ഇതിൽ ഡിസ്പ്ലേ നെയിമും ലെഡ്ജർ നെയിമും അതുപോലെ തന്നെ പാർട്ടി നെയിമും ഇത് മൂന്നും ഡിഫോൾട്ടായിട്ട് എപ്പോഴും സെയിം ആയിരിക്കും. എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഡിസ്പ്ലേ നെയിമിൽ ചേഞ്ചസ് വരുത്താൻ പറ്റും. ഇവിടെ ലെഡ്ജർ നെയിം ആൻഡ് ഗ്രൂപ്പ് അണ്ടർ ഇത് രണ്ടും ഡിഫോൾട്ടായിട്ട് സെറ്റായിട്ടുണ്ടാവും. അതുപോലെ തന്നെ താഴെ പ്രൊഡക്റ്റ് പാർട്ടി കാറ്റഗറി അത് സപ്ലയർ ആയിരിക്കും ഉണ്ടാവുക. ഇതിൽ ഇത്രയും ഡീറ്റെയിൽസാണ് നമുക്ക് മാൻഡേറ്ററി ആയിട്ട് ഫില്ല് ചെയ്യേണ്ടത്. പിന്നെ കൂടുതൽ GST ഒക്കെ വരുന്ന കസ്റ്റമർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ കസ്റ്റമറുടെ അഡ്രസ്സ് ഫില്ല് ചെയ്യാനുള്ള ഓപ്ഷനാണ് അടുത്തത്. അതിൽ അഡ്രസ് പെർ സ്ട്രീറ്റ് ഫില്ല് ചെയ്യാം, മൊബൈൽ നമ്പർ, അതുപോലെ GST നമ്പർ. ഒരു എക്സാമ്പിളായിട്ട് GST നമ്പർ കൊടുത്തു. അതിനുശേഷം മറ്റ് ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യാനുള്ള ഓപ്ഷൻസ്, ബാങ്ക് ഡീറ്റെയിൽസ്, പാൻ കാർഡ്, ആധാർ നമ്പർ, മറ്റ് എക്സ്ട്രാ ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഈ ഓപ്ഷൻസ് ഒന്നും മാൻഡേറ്ററി അല്ല. അതുപോലെ ഡീറ്റെയിൽസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ പാർട്ടിയുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമുക്ക് ഫില്ല് ചെയ്യാൻ പറ്റും. ഇത് ഫില്ല് ചെയ്ത് സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. സേവ്ഡ് സക്സസ്ഫുള്ളി എന്നുള്ള മെസ്സേജ് വരും. ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത സപ്ലയർ ഈ ലിസ്റ്റിൽ വന്നിട്ടുണ്ടാവും. നമുക്കിതിന് എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എറേഴ്സ് ക്ലിയർ ചെയ്യാൻ എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ മുകളിൽ അവൈലബിൾ ആണ്. എഡിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് മോഡിഫിക്കേഷൻസ് വരുത്തിയിട്ട് സേവ് ചെയ്യാൻ പറ്റും. ഇത് സെയിം മെത്തേഡ് തന്നെയാണ് കസ്റ്റമർ ക്രിയേഷനിലും വരുന്നത്. കസ്റ്റമേഴ്സ്, അക്കൗണ്ട്സ് മാസ്റ്റേഴ്സ്, കസ്റ്റമേഴ്സ് ലിസ്റ്റിൽ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത കസ്റ്റമേഴ്സ് ഉണ്ട്. ആഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. കസ്റ്റമർ പേര് കൊടുക്കുക. സെയിം ബാക്കിയെല്ലാം സപ്ലയർ ക്രിയേറ്റ് ചെയ്യുന്ന സെയിം മെത്തേഡ് തന്നെയാണ്. അഡ്രസ്, GST നമ്പർ, പാൻ കാർഡ് നമ്പർ, ആധാർ നമ്പർ, അതുപോലുള്ള ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ്, മറ്റ് ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യുക, സേവ് ചെയ്യുക. സേവ് ചെയ്ത് കഴിഞ്ഞാൽ അത് ആ പാർട്ടി നമുക്ക് ലിസ്റ്റിൽ അവൈലബിൾ ആയിട്ടുണ്ടാവും. അക്കൗണ്ട്സ് മാസ്റ്റേഴ്സ് സപ്ലയേഴ്സിൽ സപ്ലയറിൻ്റെ ലിസ്റ്റും, അക്കൗണ്ട്സ് മാസ്റ്റേഴ്സ് കസ്റ്റമേഴ്സിൽ കസ്റ്റമറുടെ ലിസ്റ്റും അവൈലബിൾ ആണ്.